R15 Vivo and its cult fan base part 2. അപ്പോൾ ഈ R15 പറ്റി ആരെന്ത് പറഞ്ഞാലും കമൻറ്റ് ബോക്സിൽ പൊങ്കാലയായിരിക്കും. മെയിനായിട്ട് പൊങ്കാലയിടുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജും പവറും എന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൈലേജും പവറും നിങ്ങൾക്ക് ഒരിക്കലും ഒരുമിച്ച് കിട്ടാൻ പോകുന്നില്ല. ആ ഒരു വണ്ടിക്ക് പവർ വേണമെങ്കിൽ VV ഒക്കെ ഓപ്പൺ ആവണം. അപ്പോൾ അത്രയും നല്ലേക്ക് കൈയൊക്കെ കൊടുത്ത് VV ഓപ്പണാക്കി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആ ഒരു മൈലേജ് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ അല്ലാത്ത സമയത്ത് കിട്ടുന്ന ആ ഒരു മൈലേജ് ഒരു 150cc വണ്ടിക്ക് അത്ര മൈലേജ് ഉണ്ട്. ഇപ്പോൾ ഇതൊരു 200cc വണ്ടിയാണ്, എനിക്കൊരു 35 to 45 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ 150cc വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒന്നും കാര്യം ആരും പറയാത്തതിൻ്റെ കാര്യം ഇതിൻ്റെ ഒരു കൾട്ട് ഫാൻ ബേസും ഫോളോവേഴ്സും കാരണം തന്നെയാണ്. ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് സെക്ഷനിൽ പൊങ്കാലയിടും. സ്കൂൾ പിള്ളേരെയും പൊങ്കാലിടുന്നവരെയൊക്കെ നോക്കി വീടിട്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഈ ഒരു ചാനലിൽ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. ഒരു 150cc വണ്ടി വെച്ച് നോക്കിയാണെങ്കിൽ നല്ല രീതിക്ക് ഓവർ പ്രൈസ്ഡ് ആണ്. പിന്നെ ആ ഒരു വണ്ടിയുടെ മെയിൻ്റനൻസ് കോസ്റ്റ് നല്ല കൂടുതലാണ്. ഈ ഒരു 200cc വണ്ടിയുടെ മീറ്ററെക്കാട്ടി കൂടുതൽ മെയിൻ്റനൻസ് കോസ്റ്റാണ് ആ ഒരു വണ്ടിക്ക് വരുന്നത്. കിട്ടുന്ന ആ ഒരു മൈലേജും മെയിൻ്റനൻസ് കോസ്റ്റും എല്ലാം കൂടെ കൂട്ടിക്കഴിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി എനിക്ക് അതിൻ്റെക്കാട്ടി കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ പെട്രോൾ അടിക്കുമ്പോൾ കുറച്ച് അടിച്ചാൽ മതിയായിരിക്കും, എങ്കിലും ആ ഒരു പൈസ നിങ്ങളെ മെയിൻ്റനൻസിൽ പിടിക്കും ഉറപ്പായിട്ടും. ഇതിൻ്റെയൊക്കെ ബ്രാക്ക് പാഡിന് 210 രൂപയാണെങ്കിൽ അതിൻ്റെ ബ്രാക്ക് പാഡിന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ 10,200 ഉറപ്പായിട്ടും വില വരും. പിന്നെ ഇതിൻ്റെ ഒരു സർവീസൊക്കെ പറഞ്ഞാൽ 5,000 കിലോമീറ്റർ ആണെങ്കിൽ അതിനൊരു 3,000 റേഞ്ചിലാണ് സർവീസൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട്